വിജ ടാങ്കിൾ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ, തലമുറകളുടെ നായകൻ, സ്റ്റൈൽ മന്നൻ, പ്രപാളികളെ തീപിടിപ്പിക്കുന്ന സൂപ്പർ സ്റ്റാർ, വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ശ്രീ രജനീകാന്തിൻ്റെ 75th ബർത്ത്ഡേ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ തലൈവ. ബീജിയം കേട്ടിട്ടുണ്ടാവും. ശിവാജി 2007 റിലീസ് ചെയ്യുന്നു. തന്നെയാണ്. അതിൽ ആദ്യമൊന്നും എനിക്കത്ര ഫേവറേറ്റ് ആവാത്ത, പിന്നീട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. എനിക്ക് അന്ന് നയൻതാരയുടെ നയൻതാരയുടെ പോർഷൻ പാടിയാണ് നയൻതാരയായിട്ട് സിങ്ക് ആവുന്നില്ല. പിന്നെ എനിക്ക് എന്തൊക്കെയോ ഇഷ്ടപ്പെടാതിരുന്നൊരു കൊറിയോഗ്രാഫിയൊക്കെ ഒന്നും ഇഷ്ടപ്പെടാതിരുന്നൊരു പാട്ടാണ് ബെല്ലയിലൊക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ശിവാജിയിൽ കേൾക്കുന്ന ആ പാട്ടാണ്. അതിലും ഈ പറയുന്ന പോലെ ഒരു ഇൻട്രോ സോങ് ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിരിക്കുന്നതാണ്. പുള്ളിക്ക് എന്തോ നമുക്ക് എടുത്ത് പറയാനുള്ളത് എപ്പോഴും പറയുന്നില്ല. സോ അത് ഭയങ്കര ക്ലീൻ ആയിട്ട് ഡെലിവർ ചെയ്തിരിക്കുന്ന ഗംഭീര പാട്ടാണ്. പെട്ടിയിലെ ആട്ടോட രുசி இருக்கும், அம்மியில் அரைச்சி ஆக்கி வச்ச நாட்டுக்கோழி பட்ட கிளப்பம். അടുത്തത് പടയപ്പ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയ സോങ് ആണ്. എൻ പേര് പടയപ്പ. ഇടപെട്ട നടയപ്പ എന്നോട് ഉള്ളതെല്ലാം ഇളങ്കിങ്ക പടയപ്പ. നെഞ്ചിലാറ് പടയപ്പ, പിന്നാൽ 100 പടയപ്പ, യുദ്ധം കൊണ്ട് വരുകയിൽ 10 വിരൽ പടയപ്പ. വില്ലൻ വേഷം ചെയ്യും, ഒബ്വിയസ്ലി പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി കൊണ്ട് വില്ലനായിട്ടാണ് വന്നത്. ഡബിൾ റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ബില്ലയിൽ ഡബിൾ റോൾ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത സിനിമകളുണ്ട്, എനിക്കറിയാത്തതായിരിക്കാം. ബട്ട് ഈ മൂവിയിൽ പുള്ളി ഡബിൾ റോളാണ്. ഡബിളൊന്നുമല്ല, അവസാനമൊക്കെ ഒരു ജില്ല മൊത്തം പുള്ളിയായി. ഈ സിനിമ എന്തിന് പുള്ളിയുടെ വില്ലനിസം കാണിക്കുന്ന. അപ്പൊ അതിലൊരു കമന്റ് ഉണ്ട്, ഈ താനോസിനൊരു മ്യൂസിക് ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും പറഞ്ഞിട്ട്, അവഞ്ചേഴ്സിലെ താനോസിലെ. അപ്പം അങ്ങനെ ഒരു സോങ് ആണ് അരിമ അരിമ. അതിൽ ഐശ്വര്യ റായ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമാണ്. രജനീകാന്ത് അതുപോലെ തന്നെ ആ സ്വാഗും. ഒരു നടത്തമുണ്ട്, 2 സിംഹങ്ങൾ, ഇലക്ട്രിക് മീൻസ് റോബോട്ടിക് സിംഹങ്ങളെ പിടിച്ചിരിക്കുന്ന നടത്തമുണ്ട്. അത് കണ്ടിട്ട് ഈ ഐശ്വര്യ റായ് പേടിക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ചെസ്റ്റിൽ കൈ വെച്ചിട്ട് ആക്ഷൻ ഉണ്ട്. പ്യൂർ വില്ലൻസ്. ഇനി അങ്ങോട്ട് എൻ്റെ എക്സൈറ്റ്മെന്റ് കുറച്ച് അധികമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന, ഞാൻ 91 ജനിച്ചത്. അപ്പം 91 തന്നെ ഒരു മൂവി വെച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൂവിയാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളുള്ള മൂവിയാണ് അത് തളപതി. കാറ്റ് വീസ ഉടമ്പുക്കുള്ള കൂസ കുപ്പകൂടം പത്ത വച്ച് കായല தைபோறக்கும் நாளை விடியும் நல்ல வேளை பொங்கப்பாலு வெள்ளம் போல பாயலாம். അത് കഴിഞ്ഞാൽ സുന്ദരി കണ്ണാരൊരു സേതി. ഈ സുന്ദരി കണ്ണാരൊരു സേതി ആക്ച്വലി ഞാൻ സോങ് അല്ല കേൾപ്പിക്കുക, ആ BGM യൂസ് ചെയ്തിരിക്കുന്നത് ഇളയരാജ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടോ, ഇളയരാജ ആ BGM യൂസ് ചെയ്തിരിക്കുന്നത് ഇവര് തമ്മിൽ, ശോഭനയുടെ ക്യാരക്ടറും രജനീകാന്തിന്റെ ക്യാരക്ടറും തമ്മിൽ പിരിയുന്ന ഒരു സമയത്താണ്. ആ സമയത്ത് ആ സീൻ മാത്രം, അതിനെക്കുറിച്ച് വേറെ പറയുന്നത്, ഞാനത് പ്ലേ ചെയ്യാം. അടുത്തത് അണ്ണാമലൈ 92 റിലീസ് ചെയ്ത്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ദേവയാണ്. ദേവ തന്നെയാണ് ഭാഷയും ചെയ്തിട്ടുള്ളത്. ഭാഷയാണ് നെക്സ്റ്റ് മൂവി. അപ്പോൾ ഈ അണ്ണാമലൈ
അണ്ണാമല ആക്ച്വലി ഇതിനകത്ത് വന്ദേട പാൽക്കാരൻ എന്നൊരു പാട്ടുണ്ട്, പിന്നെ BGM ഉണ്ട് ഭയങ്കര ഐക്കോണിക്, പുള്ളിയുടെ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യാം. ഈ അണ്ണാമല എന്ന് പറയുമ്പോൾ മ്യൂസിക് നിങ്ങൾ കേൾക്കാൻ പറ്റും. ഓക്കെ, അതല്ലാണ്ട് വന്ദേണ്ട പാൽക്കാരൻ എന്ന പാട്ടാണ്. ഇത് എനിക്ക് ഒരു സാധാരണ സോങ് തന്നെയാണ്. ഭയങ്കര ഈ പറഞ്ഞ ഇല്ലെങ്കിൽ പറയാൻ പോകുന്ന സോങ്സിനേക്കാൾ വലുതൊന്നുമല്ല. പക്ഷേ ഇത് ഞാൻ ലൂപ്പായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഇതിന്റെ ലൂപ്പ് ഇങ്ങനെ, എനിക്കറിയില്ല, നാളെ ഞാൻ ഇത് തന്നെയായിരിക്കും പാടിക്കൊണ്ടിരിക്കുക. അതിൽ നല്ല പാട്ടുകളുണ്ട്, എന്നിട്ട് ഞാനിത് പാടുന്നു. സോ എന്തോ ക്യാച്ചി സാധനം ഉണ്ട് അതിൽ. வந்தேண்ட பால்காரன் அடடா பசுமாட்ட பத்தி பாட போறேன் புது பாட்டு கட்டி ஆட போறேன். ഇനിയാണ് പുള്ളിയുടെ കരിയറിൽ വന്ന വലിയൊരു ചേഞ്ച്. എല്ലാം ഭയങ്കര ചേഞ്ച് വന്നു എന്ന് നമുക്ക് തോന്നുന്നു. ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ കരിയർ. പക്ഷെ ഇതായിരിക്കും സ്റ്റൈൽ മന്നൻ എന്നുള്ളത് മാറിയിട്ട് ഒരു സൂപ്പർ സ്റ്റാർ എന്നൊരു കഠിനാധ്വാനം കൊണ്ട്, ആ കഥയൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഇതിനൊരു സ്റ്റേൺ കോൺക്രീറ്റ് ചെയ്തത് മേ ബി ഈ മൂവി മുതലായിരിക്കാം. ഭാഷ അടുത്തത് മുത്തുവിലാണ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ ഈ പുള്ളിയുടെ ആൾക്കാരോട്, പുള്ളിയുടെ ഫോളോവേഴ്സിനോട്, പുള്ളി ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് മുത്തു മുതലാണ്. മുത്തുവിലെ ഒരുവൻ മുതലാളി എന്ന് പറയുന്ന സോങ് മുതലാണ് പുള്ളി കറക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ പോർഷൻ നിങ്ങൾ കേട്ടിട്ട് വാ. மண்ணின் மீது மனிதனுக்காசை, மனிதன் மீது மண்ணுக்காசை, மண்தான் கடைசியில் ஜெயிக்கிறது, இதை மனம்தான் உணர മറുக்கிறது. ഈ പാട്ടിൽ കണ്ടില്ലേ, മീൻസ് എക്സാക്ട്ലി പുള്ളിക്ക് എന്താണ് പറയാനുള്ളത്, പുള്ളിയുടെ ഐഡിയോളജി എന്താണ്. മേ ബി അത് റൈറ്റർ അതിൻ്റെ റെസിസ്റ്റ് എഴുതിയതായിരിക്കാം, ഡയറക്ടർ പറഞ്ഞായിരിക്കാം. പക്ഷെ അത് പുള്ളിയാണ് പ്രസന്റ് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞാൽ കേൾക്കുന്ന വലിയൊരു ഓഡിയൻസ് അപ്പോഴത്തേക്ക് ആയിട്ടുണ്ട്. സോ നല്ല കാര്യമല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ്, അതൊരു ഡാൻസ് നമ്പറാണ്, തിലാന തിലാന. கபடமில்லை நானும் அறியாத பேரை, மக்கள் மனந்தானே எந்தன் வழுக்காத பாதை. ഇതിനി അങ്ങോട്ട് പവറാണ്, പവറേഷാണ് പുള്ളി. നമ്മുടെ സിനിമ കബാലി. ഓക്കെ, കബാലിയുടെ മ്യൂസിക് ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ മ്യൂസിക്കിന്റെ അടിയിൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം ചില കമന്റ്സ്. ഇത് അലാറം വെച്ചിട്ട് രാവിലെ എൻ്റെ പൂച്ച ടൈഗറായി മാറി, അലാറം വെച്ചവൻ ഇത് കേട്ടിട്ട് ഹൾക്കായി മാറി, മനുഷ്യനായിട്ട് കിടന്നുറങ്ങിയിട്ട് ഹൾക്കായി മാറി എന്നൊക്കെയുള്ള കമന്റ്സ് ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ടാവും. അമ്മാതി ഇരിപ്പേട്ട. അത് പെടച്ചേക്കണത് സന്തോഷ് നാരായണനാണ്. ഓക്കെ, അതിൽ തന്നെ മായാനദി എന്ന് ഇങ്ങനൊരു പാട്ടുണ്ട്. ഇത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. കാര്യം അതിനകത്ത് ഞാൻ ഈ തളപതി കഴിഞ്ഞ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി ആ ലെവലിലുള്ളൊരു ആക്ടിങ്ങിന് കൂടുതൽ പി എ രഞ്ജിത്താണ് എൻ്റെ ഡയറക്ടർ. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് തലൈവരുടെ ഒരു ആക്ടിങ് സൈഡ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ സിനിമ ഇറങ്ങിയപ്പോഴും ഇതൊരു പി എ രഞ്ജിത്ത് മൂവി ആണെന്നാണ്, പാരഞ്ജിത്ത് മൂവി ആണെന്നാണ് രജനീകാന്ത് ഹിംസെൽഫ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതുപോലെ പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. പടത്തിനെ കുറിച്ച് രണ്ട് അഭിപ്രായം ഉണ്ടാവാം, പക്ഷേ അതിനകത്ത് ഈ പാട്ട് മായാനദി എന്നുള്ള പാട്ടും കൂടെ മൈ ഫേവറേറ്റ് ആണ്. ഞാൻ അതും കൂടെ വയ്ക്കാം. செத்து போயிட்டேன்னு எல்லாரும். நான் செத்து தான் போயிருந்தேன், நீ என்னை வந்து பார்க்குற வரைக்கும். மாய நதி இன்று மார்பில் வழியுதே. യെസ്, അപ്പം അത് കഴിഞ്ഞിട്ട് 2018 ഇതേ പാരഞ്ജിത്തിന് രജനീകാന്തും തന്നെ വീണ്ടും അസോസിയേറ്റ് ചെയ്തു. അത് കാലാന്ന് നോക്കി വേണ്ടിയിട്ടാണ്. உன்னையும் மண்ணையும் வென்று வாட்டி ராத ஓர் தேவையை கொண்டு வானு ராயிரம் ஆண்டுகள் போதுமே உன் ராகவே மாறுவாய் சீருவாய். ഇനി
2019 ഇറങ്ങിയ ഒരു കാർത്തിക് സുബരാജിന്റെ ഫാൻ ബോയ് ട്രിബ്യൂട്ട് ഉണ്ട്. എങ്ങനെയാണ് ഏഹ്, ഒരു ഒരു ഫാൻ ബോയ് സിനിമ ചെയ്ത വരേണ്ടത് എന്ന് ഒരു ബെഞ്ച് മാർക്ക് പുള്ളി വെച്ചു. എങ്ങനെ ആ സൂപ്പർ സ്റ്റാറിനെ യൂസ് ചെയ്യാം, പുള്ളിയെ എങ്ങനെ മാക്സിമം ഔട്ട്പുട്ട് ചെയ്യുക. രജനിഫൈഡ് എന്നാണ് അന്ന് ടീസറിലും ട്രെയിലറിലും സിനിമയിലും ഒക്കെ അവരുടെ പ്രൊമോയിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന സാധനം. കറക്റ്റ് ഗെറ്റ് രജനിഫൈഡ്. ഇത് തന്നെയാണ് ത്രൂ ഔട്ട് മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ പഴയ പാട്ടിന്റെ റെഫറൻസും ഈ പറയുന്ന മരണമാസം എന്ന് പറയുന്ന പാട്ട് അടുത്ത് எவன்டா மேல எவன்டா கீழே எல்லா உயிரையும் ஒண்ணா வைப்பாரு முடிஞ்ச வரைக்கும் அன்ப சேரு தலையில் எத்தி வச்சு கொண்டாடும் ஊரு. പിന്നെ ഉള്ളാല എന്നുള്ള പാട്ട്. ഇത് രണ്ടും ഡാൻസ് സോങ് ആണ്. ഈ പറയുന്ന പുള്ളി നമ്മുടെ അടുത്ത് എന്തോക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാം. கையில் கிடைச்சது தொலைஞ்சா இன்னும் ரொம்ப பிடிச்சது கிடைக்கும் ஆனா ஆசடக்கிட தெரிஞ்சா இங்க எல்லா கலடியில் கிடக்கும். ഓക്കെ, അടുത്തത് ഡർബാർ ആണ്. ഡർബാർ ഒരു തിയേറ്റർ പോയി കണ്ടിട്ട് അത്ര അങ്ങോട്ട് ഇമ്പ്രസ് ആവാത്തൊരു മൂവിയാണ്. മുരുകദോസ് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു, ഭയങ്കര ഹൈപ്പായിരുന്നു. 2020 കൊറോണ കഴിഞ്ഞിട്ട് വരുന്ന സിനിമ. അപ്പം അതിനകത്ത് എനിക്ക് എൻ്റെ ഫേവറേറ്റ് പാട്ട് ആയിരുന്നില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ബല്ലേലൊക്കെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇന്നലെ ഞാൻ ഈ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ പറയാം, നീ ചുമ്മാ അതൊന്ന് ഇപ്പൊ ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. ഓക്കെ, കേട്ട് നോക്കിയപ്പോഴാണ് ഇറ്റ്സ് നൈസ്. അങ്ങനത്തെ ഒരു പാട്ട് അതാണ് ചുമ്മാ കിഴി. അവനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ലായിരുന്നു. അതിന്റെ ഡർബാറിലെ സോങ്സ് എനിക്ക് അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല. ബട്ട് ചുമ്മാ കിഴി പാടിയിരിക്കുന്നത് SPB ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് SPBയുടെ ലാസ്റ്റ് സോങ് ആണ് തലൈവറായിട്ടുള്ളതെന്നാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ പിന്നെ പോയപ്പോൾ മനസ്സിലായി ഇതല്ല ലാസ്റ്റ് സോങ്. പക്ഷെ ചുമ്മാ കിഴി അങ്ങനത്തെ ഒരു പാട്ടാണ്. നമുക്കത് കാണാം. விட்டாக்கா ராக்கு நக்கரு எல்லாமே சினுக்கா வந்தாக்கா சீக்கு நக்கருன்னு நிறுத்த பார்த்தாக்கா நினைக்கு நக்கரும் தொடாது அடிச்சா என்னாவ டண்டா நக்கருன்னு நெருப்பு பேரோடு நீ கொடுத்த ஸ்டாரோடு இன்னைக்கும் ராஜா நான் கேட்டு பாரு. അത് കഴിഞ്ഞിട്ട് 2021 അണ്ണാത്തെ എന്ന് പറയുന്ന മൂവി ഇറങ്ങുന്നത്. അണ്ണാത്തെ മൂവിയിലെ സോങ്സ് ചെയ്തിരിക്കുന്നത് ഡി ഇമ്മനാണ്. അതിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരാളും കൂടെ ചെയ്തിട്ടുള്ളത് ഡി ഇമ്മനാണ്. ഈ സോങ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യില്ലായിരുന്നു. ഞാൻ ഈ അണ്ണാത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതാണ്. ഡി ഇമ്മൻ നല്ല മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ പോലും എനിക്ക് ഒട്ടും ഇമ്പ്രസീവ് അല്ലാത്ത സോങ്ങാണ്. പക്ഷേ ഞാനിതിവിടെ വെക്കുന്നതിനൊരു കാരണമുണ്ട്. ലെജൻഡറി ആയിട്ടുള്ള അത്രയും ഒരു കോമ്പിനേഷൻ ഈ ത്രൂ ഔട്ട് ഈ 40 ഇയേഴ്സോളം അതിന് മേളിൽ കൊടുത്തിട്ടുള്ള SPB രജനികാന്ത് കോമ്പിനേഷനിൽ SPB നമ്മൾ വിട്ടുപോയി. അപ്പൊ ആ കോമ്പിനേഷനിലെ അവസാനത്തെ പാട്ടാണ് ഈ സോങ്, ഈ പാട്ട്. അപ്പൊ അത് ഞാൻ അവിടെ വെക്കാം. അത് പുള്ളിക്ക് വേണ്ടിയിട്ട്, പുള്ളിയുടെ ആ മെമ്മറീസിൽ നിന്നിട്ട് ഞാൻ അപ്പോൾ ഇട്ട് വെക്കാം. അപ്പം ലവ് യു SPB ആൻഡ് വി മിസ് യു. அண்ணாத்த அண்ணாத்த வர அதிரடி சரவெடி தெருவெங்கும் வீசு. ഓക്കെ, അടുത്തത് 2000 ആ സിനിമ അത്ര സക്സസ് ആയിരുന്നില്ല അണ്ണാത്തെ. അപ്പൊ അതിനുശേഷം വലിയൊരു പരാജയം കഴിഞ്ഞിട്ടാണ് തലയോറ് വരുന്നത്. അതുപോലെ തന്നെ ബീസ്റ്റിലിന്റെ പരാജയമല്ല, എന്നാലും ബീസ്റ്റ് അത്ര വർക്കാവാത്തതിന്റെ ഒരു ഇതിലായിരുന്നു നെൽസൺ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരു നല്ല പടം ചെയ്യണം. അങ്ങനെ ഒരു ആവശ്യം വന്നു. ആവശ്യമല്ല, ആ നല്ല പടം ചെയ്യാൻ വേണ്ടിയിട്ട് അവര് രണ്ടുപേരും വന്നു. അവര് നല്ല പടം ചെയ്തു. അതാണ് ജയിലർ. അപ്പൊ ജയിലറില് BGMസിന്റെ കളിയാണ്. ഒരുപാട് BGMs ഉണ്ട്. ഇവൻ ലാലേട്ടന് വരെ ഒരു BGM ഉണ്ട്. അതെന്റെ ഫേവറേറ്റ് ആണ്. ഞങ്ങളുടെ അത് കേൾക്കും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഒബ്വിയസ്ലി അതിനകത്തൊരു ഡാൻസ് നമ്പർ ഇല്ല, ഡാൻസ് പാട്ടില്ല. ആകെയുള്ള ട്രാക്ക് എന്ന് പറഞ്ഞാൽ എലപ്പറ എന്ന് പറയുന്ന സോങ് ആണ്. അത് ഒബ്വിയസ്ലി അത് എഴുതിയിരിക്കുന്ന രജനീകാന്ത് എന്ന് പറയുന്ന ആ ഇത്രയും കൊല്ലം നമ്മൾ എന്റർടൈൻ ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ടൊരു പാട്ട് എഴുതണം എന്നുള്ള രീതി എഴുതിയേക്കുവാണ്. അത് ഗംഭീരമായിട്ട് അത് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, നമ്മളിലോട്ട് എത്തിയിട്ടുണ്ട്.
അപ്പം അടുത്ത തലമുറയിലെ टाइगर ആൻഡ് ലാസ്റ്റ് കൂലിയുടെ സിനിമയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ബട്ട് കൂലിയിലെ ഇതിന്റെ ഞാൻ എൻ്റെ ഈ ഷോയുടെ ടോക്ക് ഷോയുടെ ഇൻട്രോയിൽ ഞാൻ ആ പാട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പവർ ഹൗസ് എന്നുള്ള പാട്ട് ഒന്നും പറയാനില്ല. ഇങ്ങനെ കീറ്റ് ചാർജ് ആയി നിൽക്കുന്ന പാട്ട്. അതിപ്പോൾ ഇൻട്രോയിലൊക്കെ വെച്ചുകൊണ്ട് ഞാൻ അത് വെക്കുന്നില്ല. അപ്പോൾ ലാസ്റ്റ് പാട്ട് പുള്ളിയുടെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് ആ പാട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, ഇതിൽ കൂടുതലും ഇളയരാജയുടെ ആണ്. പിന്നെ എനിക്കറിയില്ല ഞാൻ എന്താണ് ഇനി പുള്ളിക്ക് കൊടുക്കേണ്ടി വരാൻ. നിന്റെ ഒന്നും ഇല്ല കൊടുക്കാൻ. ചാനൽ അടിച്ചു പോയാൽ ഞാൻ വേറൊരു ചാനൽ വരും, അല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ വരും. അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ தலைவா. பொதுவாக எம் மனசு தங்கம், ஒரு போட்டின்னு வந்து விட்டா சிங்கம். உண்மையே சொல்வேன், நல்லதே செய்வேன். வெற்றி மேல் வெற்றி வரும். ஆடுவோம் பாடுவோம் கொண்டாடுவோம்.